പ്രിയമുള്ളവരെ, ഈ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നു. നമ്മുടെ നാട് കേരളമാണ്. കേരളം എന്ന് പറയുന്നത് മലയാളിയുടെ ജന്മഭൂമി. കൈരളി എന്ന് നമ്മൾ വിളിച്ചാൽ അത് വാക്കിനൊരുപാട് അർത്ഥ തലങ്ങളുണ്ടാകും. നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ ഇങ്ങോട്ട് മലയാളിക്ക് മലയാളിയുടേതായ സംസ്കാരവുമായി ഇപ്പോഴും ആ സംസ്കാരം അതുപോലെ നിലനിർത്താൻ പറ്റുന്നതിൻ്റെ പ്രകൃതിദത്തമായ ഒരു ചുറ്റുപാടും നമ്മളെ കേരളത്തിലുണ്ട്. അതിൻ്റെ അതിർത്തിയിൽ പടിഞ്ഞാറ് ഭാഗം അറബിക്കടലും തെക്ക് ഇന്ത്യൻ മഹാസമുദ്രവും കിഴക്ക് പശ്ചിമഘട്ടമെന്നാണ്, പൂർവ്വഘട്ടമല്ല പശ്ചിമഘട്ടവും, വടക്ക് മാത്രം കർണാടകയുടെ ബെൽറ്റുമായിട്ടാണ് നമുക്ക്. ഈ ഒരു അതിർത്തിയുടെ ഭാഗമായിട്ട് ആകെ വളരെ ഇതിൽ സഞ്ചാര സ്വാതന്ത്ര്യം കൂടി ഇന്ന് ഒരുപാട് സഞ്ചരിക്കാനുള്ള വഴികളുണ്ട്. പണ്ടത്തെ മലയല്ല, മറ്റുള്ളവർക്ക് ഇങ്ങോട്ട് കടന്നു വരാനുള്ള വഴി റോഡ് മാർഗമാണ് പ്രധാനമായിട്ടുണ്ട്. അപ്പോൾ ഈ സംസ്കാരം നിലനിർത്തി പോകുന്നതിൽ വളരെ പങ്കുവഹിച്ച ഒരു ഭൂപ്രദേശമാണ് ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ആ പശ്ചിമഘട്ട മലനിരകളാണ് ഉത്തൊലിച്ച് വന്ന വെള്ളത്തിൻ്റെ അതിശക്തിയാൽ ഉരുൾപൊട്ടലായി മാറുകയും വയനാടിൻ്റെ 2 പ്രദേശങ്ങളിൽ ചില ടൗൺ ആകെ നാശത്തിലെത്തി എന്ന് നമ്മൾ ദൃശ്യ മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിയും. സ്വാഭാവികമായും മനുഷ്യനൊരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ ഒരു ദുരന്തം ഉണ്ടായാൽ, പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു കാക്ക ചത്തു വീണാൽ കാക്കകൾ കൂട്ടം കൂടി ആ ചാകുമ്പോൾ കിടക്കുന്നതിനെ കൊത്തി അതിനെ ജീവൻ വെപ്പിക്കാനുള്ള ശ്രമം നടത്തും. അതുപോലെയാണ് മലയാളി എന്ന് പറയാറുണ്ട്. നമുക്കൊരു ദുരന്തം എവിടെയെങ്കിലും ഉണ്ട് എന്നറിഞ്ഞാൽ അപ്പോൾ ഓടി അവിടെ എത്തുകയാണ്. ആ ദുരന്തത്തിൽ അകപ്പെട്ടത് ആരാ എന്നൊന്നും നോക്കാറില്ല. സാധാരണയായിട്ട് അതിൻ്റെ ജാതി ചോദിക്കാറില്ല, മതമേതാന്ന് ചോദിക്കാറില്ല, പണം ഉള്ളവനാണോ പണം ഇല്ലാത്തവനാണോ ഇതൊന്നും നോക്കാറില്ല. അങ്ങനെ നോക്കാതെ ഇന്ന് സംസ്കാരം വളർന്നു വന്നൊരു കാലഘട്ടത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാൽപ്പായസം പോലെയുള്ള നമ്മുടെ ഈ കേരളത്തിൽ ഇടയ്ക്കിടെ ചില കീടങ്ങൾ വളർന്നു വരിക. ആ കീടങ്ങളുടെ വളർച്ച നമ്മൾ പലപ്പോഴും രാഷ്ട്രീയമായ മൂല്യങ്ങളോട് കാര്യങ്ങൾ വിലയിരുത്തപ്പെടുമ്പോൾ, ഇലക്ഷനിൽ വോട്ടിൻ്റെ എണ്ണം മാത്രം നോക്കി കൈകാര്യം ചെയ്യുമ്പോൾ പലപ്പോഴും അത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് നമ്മുടെ രാജ്യത്തെ ചില ജനാധിപത്യ മതേതര കക്ഷികളുടെ ആളുകൾ പോലും അതിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. അവർ പറയുന്ന പോലെ പറയുകയും അവർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുകയും അവർക്കനുസൃതമായ രീതിയിൽ സാമൂഹ്യ സാമൂഹ്യ ബന്ധങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഇതാണ്. ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഇലക്ഷൻ വരുമ്പോൾ ജയിക്കാൻ സാധ്യത കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ അവിടെ ജയിക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ വോട്ട് മറ്റവന് മുറച്ച് കൊടുക്കുന്ന രീതിയിലൊക്കെ ഉള്ളൊരു സ്ഥിതിവിശേഷം ഇവിടെ നടപ്പിലാക്കി തുടങ്ങിയിട്ട് കുറേ കാലം. പക്ഷേ എത്രയൊക്കെ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞിട്ടും ജനങ്ങൾ പലപ്പോഴും ഇതിനെതിരായ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നത് സ്വാഗതാർഹമായ കാര്യമാണ്. അപ്പോൾ ഇപ്പോഴെന്താ ഈ വിശേഷം?
ഒരു ദുരന്തം ഉണ്ടാകുന്നു. ആ ദുരന്തത്തിനിപ്പോൾ അന്ന് ആദ്യമായി വിളിച്ചു പറഞ്ഞ ഞാൻ നീതുവാണ്, ആരോടെങ്കിലും പറഞ്ഞ് എന്നത് രക്ഷിക്കട്ടെ, ഞങ്ങളിങ്ങനെ കഷ്ടത്തിലാണ്, ഞങ്ങളിങ്ങനെ അപകടത്തിൻ്റെ വക്കിലാണ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞ നമ്മളെ നീ എവിടെ ഉള്ളത്, ഇപ്പോൾ ശരിക്കും എവിടെ ഉള്ളത് ആ ഉള്ള തോട്ട് പോലും ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആ ഒരു വോയിസ് കേട്ടിട്ട് അതൊരു മനസ്സിൽ കൊണ്ടുവന്ന ഒരു വലിയ വിങ്ങലുണ്ടാക്കിയ ഒരവസരം. ആ നീതു മോൾ ഇപ്പോൾ എവിടെയുണ്ടെന്ന് ഒരാൾക്കും തന്നെ അറിയില്ല. മണ്ണിനടിയിൽ നിന്ന് അവളുടെ ശവശരീരോ കിട്ടിയിട്ടുണ്ടോയെന്ന് പോലും അറിയില്ല. തിരിച്ചറിയാൻ പറ്റാത്ത ഒരുപാട് ബോഡികളുടെ അവശിഷ്ടങ്ങളും ഒക്കെ അത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചിട്ട് അച്ഛനമ്മ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളും മറ്റു ഉത്തരവാദപ്പെട്ടവരും നഷ്ടപ്പെട്ട ആളുകളാണ് ഉള്ളത് ഇവിടെ. ആ ഒരു ദുഃഖ സാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഒരു കുടുംബത്തിലെ ഒരാൾ സോഷ്യൽ മീഡിയയിൽ കയറി പറയുക, എന്താ പറഞ്ഞത്, മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ പറയണം, എൻ്റെ ഭാര്യ റെഡിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എത്ര ഉദാത്തമായൊരു കാര്യമാണത്. നിങ്ങൾ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ കൊണ്ട് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ആ ലക്ഷം കോടിക്കണക്കിന് ഉറുപ്പ്യ കൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വാഗ്ദാനം ചെയ്യുന്ന ആളുകളെക്കാളൊക്കെ എത്രയോ മേലെയാണ് ഇവർ, അല്ലേ? ആ പോസ്റ്റിനടിയിൽ പോയിട്ടാണ് ഒരു ക്രിമികീടം, അതും ജോർജ് എന്ന പേര്. എൻ്റെ പേര് സാമുവേൽ എന്നാണ്, പേര് കൊണ്ട് ഞാനും ഒരു ക്രിസ്ത്യാനിയാണ്. അതുകൊണ്ട് ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്നതിൻ്റെ ഇത് വേറെയുണ്ട്, അത് വേറെ വിഷയമായിട്ട് എടുക്കേണ്ട കാര്യം തന്നെ. വൃത്തികെട്ട കമൻ്റ് ഇടുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ ഈ സുഹൃത്തെ, എന്ത് ജോർജ് കുട്ടിയാ എടോ, ഈ എല്ലാം ദൈവം സൃഷ്ടിച്ചതാണ് മനുഷ്യനെ എന്നൊക്കെയല്ലേ നമ്മൾ എല്ലാ ജാതി മതങ്ങളും വിശ്വസിക്കുന്നത്. ഈ ക്രിസ്ത്യാനിത്തിൽ വിശ്വസിക്കുന്നുണ്ട്, അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ദൈവം എങ്ങനെയൊക്കെ മനുഷ്യനെ സൃഷ്ടിച്ചെന്നൊക്കെ ബൈബിളിലൊക്കെ പറയുന്നുണ്ട്. എത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ടെന്ന് രണ്ടാമത്തെ വിഷയം. അതായത് അതിൽ ദൈവം സ്വന്തം രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത് വിശ്വാസവും. അപ്പോൾ അടുത്ത ചോദ്യം, അപ്പോൾ ദൈവത്തിൻ്റെ രൂപം മനുഷ്യരൂപമായിരുന്നോ എന്നുള്ള ചോദ്യമുണ്ട്. അതവിടെ കിടക്കട്ടെ. പക്ഷേ ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ജീവികൾക്ക്, ഏത് ജീവിയായിട്ടുണ്ട്, മൃഗമായാലും മനുഷ്യനായാലും, അന്ന് സ്തനം എന്ന് പറയുന്ന ഈ അവയവം കൊടുത്തത് എന്തിനാണ്? നിൻ്റെ ലൈംഗികമായ എന്നവരുടെ ചേതനയെ ഉപയോഗിക്കാനുള്ളതാണോ സ്ത്രീകൾക്ക്, മൃഗമായാലും മനുഷ്യനായുള്ള സ്ഥലങ്ങൾ? അതിതിനു വേണ്ടി തന്നെയാണ് ജനിച്ച് നമ്മൾ കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടായി. ആ കുഞ്ഞുങ്ങളെ മുലയൂട്ടി വളർത്തുന്നതിന് വേണ്ടിയാണ് ആ ഒരു അവയവം നൽകിയിട്ടുള്ളത്. അല്ലാതെ ഇന്ന് പലയിടത്തും ആളുകൾ കാണുന്ന പോലെ മറ്റാവശ്യത്തിനല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ മുലയൂട്ടുന്ന ഒരമ്മ, നമുക്ക് കുഞ്ഞുണ്ടാവും, കുഞ്ഞ് കുടിക്കുന്നതിലേക്കേറെ പാല് വെറുതെ നഷ്ടപ്പെടുന്ന സ്ഥിതിയെല്ലാം പല സ്ത്രീകളിലും ഉണ്ടാകാറുണ്ട്. എന്നാൽ പല സ്ത്രീകളും ഇന്ന് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാൻ അവരുടെ സൗന്ദര്യം നഷ്ടപ്പെടുമെന്ന ഭാവനയിൽ മറ്റ് കുപ്പിപ്പാലിലേക്ക് മാറുന്ന രീതിയാണ്. അതിനെയൊക്കെ മാറ്റിയിട്ടാണ് ആ ഒരു കുടുംബം ഇടുക്കിയിൽ നിന്ന് വയനാട്ടിലേക്ക് വാഹനത്തിൽ വയനാട്ടിലെത്തിയതെന്ന് കാണണം. എത്ര അഭിനന്ദിച്ചാലും മതിയാകാത്ത ഒരു. അതുകൊണ്ട് നമ്മുടെ കേരളീയർ അതിനെതിരായിട്ട് പ്രത്യേകിച്ച് എൻ്റെ ജില്ല കണ്ണൂർ ജില്ലക്കാരൻ വേണ്ടത്ര പ്രതികരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അവൻ കണ്ണൂർ ജില്ലക്കാരനാണോ എന്ന് സംശയം. കണ്ണൂർ ജില്ലക്കാരനാകാതിരിക്കട്ടെ, കൃത്യമായിട്ട് എൻ്റെ വിവരങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊരു വൃത്തികെട്ട രീതിയായി തുടരുകയാണ്. ഏതൊരു മനുഷ്യനിലും അവൻ്റെ നല്ല വശവും ചീത്ത വശവും ഉണ്ടാകും. അപ്പോൾ പലപ്പോഴും നല്ല വശങ്ങൾക്കാണ് പ്രാധാന്യം കിട്ടാറ്, അങ്ങനെയാണ് കിട്ടേണ്ടത്. എല്ലാ മനുഷ്യരിലും ചീത്ത വശം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നല്ല വശങ്ങൾക്കായിരിക്കും. അതായത് നമ്മൾ 100% ഒരു
60-70% നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അവൻ്റെ മറ്റ് മോശം കാര്യങ്ങൾ ഒരു പ്രശ്നമായി വരാറില്ല എന്നുള്ളത്. എന്നാലും സമൂഹത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളായിട്ട് വരും. ഇന്ന് സോഷ്യൽ മീഡിയയുടെയൊക്കെ ഈ പ്രാധാന്യം വർദ്ധിച്ചതോടുകൂടി തന്നെ നമ്മുടെ നാട്ടിൻ്റെ സംസ്കാരവും മറ്റുമൊക്കെ ഈ പറഞ്ഞ പോലെ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ. ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുമ്പോൾ മലയാളി ഓടിക്കൂടുന്നതൊക്കെ സത്യമാണെങ്കിലും പല സ്ഥലത്തും കുടുംബ ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും ഒക്കെ പഴയ പോലെ നിലനിർത്താൻ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ നിലനിർത്താൻ പറ്റുന്നില്ല എന്നുള്ളത് വലിയ ദൗർഭാഗ്യകരമായൊരവസ്ഥയാണ്. പ്രത്യേകിച്ച് കുടുംബബന്ധങ്ങൾ പല സ്ഥലം ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കി അത് ഉടനടി ഡൈവോഴ്സിലേക്ക് മാറുകയും ചെയ്യുന്ന വിചിത്രമായൊരു കാലഘട്ടം. കല്യാണം കഴിക്കുന്നത് അത് ആവേശത്തിൽ ഏതെങ്കിലും വിളിച്ച അവൻ്റെ ചാടിപ്പോവുകയും 1-2 വർഷം മാക്സിമം നിന്ന് തിരിച്ച് അവനവൻ്റെ വീട്ടിലേക്ക് അച്ഛനമ്മമാർക്ക് തള്ളിക്കളയാൻ പറ്റാത്തതുകൊണ്ട് തിരിച്ചെത്തുകയും ചെയ്യുന്ന പെൺകുട്ടികൾ ഒരുപാട് നിറഞ്ഞിരിക്കുകയും ഫാമിലി കോർട്ടുകളിൽ ഒരുപാട് കേസുകൾ ഇങ്ങനെ നിലനിൽക്കുകയും ചെയ്യുന്ന രാജ്യമായി കേരളം മാറിയിട്ടുണ്ട്. നേരത്തെ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഏത് ജാതിയായാലും ഏത് മതമായാലും ഒരു കല്യാണം കഴിച്ചാൽ അത് മരിക്കുന്നവരെ ആ കൂടെ ഉണ്ടാവുകയും അവരൊന്നിച്ചിരിക്കണം. ദൈവം യോജിപ്പിച്ചത് മനുഷ്യന് വേർപെടുത്താൻ പറ്റില്ല എന്ന നിലപാടുള്ള ആണ്. അപ്പം അതിനൊക്കെ മാറ്റം വരികയാണ്. ഞങ്ങളൊക്കെ വളർന്നു വന്ന ചെറിയ പ്രായത്തെക്കുറിച്ച് ആ പ്രായത്തിലുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ ഇന്ന് വളർന്ന പുതിയ തലമുറയോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിങ്ങനെയായിരുന്നു അന്ന് ഇങ്ങനെയൊക്കെ ഞങ്ങളിൽ നിന്ന് ഒരുപാട് തെറ്റുകൾ പറ്റാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയ താമസ സൗകര്യം ഉണ്ടായിരുന്നില്ല. പലയാളും ചെറിയ വീടുകളായിരുന്നു. ആ വീടുകളിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടി ഒറ്റ ബെഡ്റൂമായിരുന്നു. ആ ബെഡ്റൂമിനകത്ത് പലപ്പോഴും ഒരു 5-ലധികം ആളുകൾ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നത് വലിയ ഉന്നതങ്ങളിലെ പണമുള്ള ആളുകളുടെ കഥയല്ല കേട്ടോ. താഴെ കിടക്കുന്ന സാധാരണക്കാരൻ്റെ കഥയാണ്. തീരദേശത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളി, ആ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ മഴക്കാലമാകുമ്പോൾ ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ പഞ്ഞമാസം എന്നാണ് പറയാറ്. ഈ പഞ്ഞമാസത്തിൽ ആണ് സ്കൂൾ തുറക്കുക. സ്വാഭാവികമായിട്ട് സ്കൂളിൽ പോകാൻ അതിനുള്ള സാഹചര്യം ഈ മത്സ്യത്തൊഴിലാളിയുടെ മക്കൾക്കുണ്ടാകും. ഒരുപാട് ചൂഷണം ചെയ്യപ്പെട്ട ഒരു കാലഘട്ടമുണ്ട്. കഥകൾ ഒരുപാടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഈ കേരളത്തിൻ്റെ സംസ്കാരം വളർന്നു കിട്ടിയെന്ന് പറയാൻ ഒരുപാട് കഥകളുണ്ട്. വേണമെങ്കിൽ മാസങ്ങളോളം നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നല്ല ഒരുപാട് കഥകൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന 2024 എത്തിയത് എന്ന് പറയുമ്പോൾ പഴയ എന്നെപ്പോലെ ആളുകൾക്ക് അത് വളരെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. തീരദേശത്ത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ തിങ്ങിപ്പേറി താമസിക്കുന്ന ഒരു പ്രദേശത്താണ് ഞാനും താമസിച്ചിരുന്നത് എന്നത്. അവരോടൊപ്പമാണ് എൻ്റെ ബാല്യകാലം കഴിഞ്ഞത് എന്നത്. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളിൽ ജാതി മതം ഇല്ലാത്ത എല്ലാം, ജാതി മതം മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, ഹിന്ദു ഉണ്ട്, ഒക്കെയുണ്ട്. എല്ലാം മത്സ്യത്തൊഴിലാളികളാണ്. ആ കുടുംബങ്ങളിലൊക്കെ ജീവിച്ചതെങ്ങനെയാണ്? അവർക്ക് സ്വന്തമായി വെളിക്കിറങ്ങാൻ ഒരു കക്കൂസ് ഉണ്ടായിരുന്നില്ല പണ്ടൊക്കെ. അഥവാ കക്കൂസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ കക്കൂസിൽ ഒരാൾ വിസർജിക്കുന്ന മലവിസർജനം പിറ്റേന്ന് രാവിലെ മുനിസിപ്പാലിറ്റിയുടെ ആളുകൾ എന്ന നിലയിൽ വന്ന് അത് ശേഖരിച്ച് വേറൊരു പാത്രത്തിലാക്കി ആ പാത്രത്തിൽ സാധനം ഇങ്ങനെ കുന്തിക്കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്ത് വിക്ഷേപിക്കുന്ന
ഒരു സ്ഥലമുണ്ട് കണ്ണൂർ തയ്യിൽ. ഇപ്പോൾ നമ്മുടെ സിറ്റി പോലീസ് സ്റ്റേഷൻ നിലനിൽക്കുന്ന ആ പ്രദേശത്തിന് അന്നത്തെ പേര് തീട്ടപ്പറമ്പ് എന്നായി. ആ തീട്ടപ്പറമ്പിന് തീട്ടപ്പറമ്പല്ലാതാകെ ആക്കിയത് ആ മലഞ്ചുമന്ന് കൊണ്ടുപോകുന്ന തൊഴിലാളികളെ മലഞ്ചുമക്കണ്ടവരെല്ലാം എന്നാക്കി മാറ്റിയതിനൊക്കെ ഒരുപാട് ചരിത്രമുണ്ട്. അതിലൊക്കെ നമ്മളെ സഖാവ് സി കണ്ണട്ടനെയൊക്കെ നമ്മൾ അനുസ്മരിച്ചേ മതിയാവും. അദ്ദേഹമൊക്കെ അതിൻ്റെ മുമ്പിൽ നിന്ന് നടത്തിയ ത്യാഗോജലമായ പ്രവർത്തനം നമുക്ക് മറന്നു കളയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന സംസ്കാരം എത്രത്തോളം ശരിയാണോ തെറ്റോ എന്നുള്ള രണ്ടാമത്തെ പ്രശ്നം. ഇനി ദുരന്ത മേഖലയിലേക്ക് നമ്മൾ സഹായിക്കാൻ പോകുമ്പം ആ സഹായിക്കുന്ന സഹായ ഹസ്തങ്ങൾക്ക് നമ്മൾ ബാനർ കെട്ടി മാത്രമേ സഹായം ചെയ്യൂ എന്ന നിലപാടിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ആ ദുരന്ത മേഖലയിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു നിയന്ത്രണം കാര്യങ്ങളൊക്കെ ഉണ്ടാവണം, അതിൽ യാതൊരു സംശയവുമാണ്. അവിടെ എത്തിപ്പെടുന്ന ഭടന്മാരായ ആളുകൾക്ക് എന്ത് വേണം? ഒരു ചിട്ടയും അടക്കവും എല്ലാം അച്ചടക്കമൊക്കെ വേണം. അതിന് നിയന്ത്രണം ഉണ്ടാവണം, അതിന് നേതൃത്വം ഉണ്ടാവണം. ആ നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ തന്നെ നാട്ടിലുള്ള മുഴുവൻ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും ഈ ദുരന്ത നിവാരണത്തിനുള്ള ട്രെയിനിങ് കൊടുക്കണമെന്നാണ് എല്ലായിടത്തും. അങ്ങനെ ട്രെയിനിങ് കൊടുത്ത് വെച്ചാൽ ഒരു സ്ഥലത്തുണ്ടാകുന്ന ദുരന്തത്തിനെ നേരിടാൻ മേലെന്ന് ആളെ വിളിച്ച് വരേണ്ട വരില്ല. അവർക്ക് താൽക്കാലികം എല്ലാ കാര്യത്തിനും ഇടപെടാം. അതുപോലെ ഒരു സ്ഥലത്ത് പണ്ടൊക്കെ നമ്മളെയൊക്കെ പ്രദേശത്ത് ഇടക്കിടക്ക് തീ പിടിക്കും. അങ്ങനെയാണ്. തീ പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം കത്തിയായിരിക്കും, ഓരോ വീടായിരിക്കും, മറ്റേതൊക്കെ ആയിരിക്കും. ഈ വിൽക്കുന്ന സമയത്ത് നമ്മൾ ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വരും. ഫയർഫോഴ്സിനെ വിളിക്കണം. അപ്പോൾ അതുപോലെ അങ്ങനെ ഉണ്ടാകുന്ന ദുരന്ത മേഖലയ്ക്ക് തീ പിടിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? ഇനി തീ പിടിച്ചാൽ എന്ത് ചെയ്യണം? ഒരാൾക്ക് വിഷം ഏറ്റാൽ എന്ത് ചെയ്യണം? ഇന്നൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് അന്ന് പഠിപ്പിച്ച് നിർത്തിയെന്നുള്ളതാണ്. ആ തുടർ പഠനം ഉണ്ടാകണം. മുതിർന്നു വരുന്ന യുവാക്കളിലും യുവതികളിലും സാമൂഹ്യ ബോധം ഉണ്ടാകണം. ഇന്ന് ആകെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഒരു മൊബൈലിൻ്റെ ഇതിൽ പെട്ടിട്ട് അതിൽ യുവജന സംഘടനകൾ ഏതുമായിക്കോട്ടെ, ഏത് സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളും ആയിക്കോട്ടെ, പക്ഷെ ആ സാമൂഹ്യ ബോധത്തോടു കൂടി പ്രവർത്തന മേഖലയിലുള്ള ചില വിരലുണ്ടാകുന്ന ആളുകൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. തെറ്റായിരിക്കാൻ ചിലപ്പോൾ DYFI പോലെയുള്ള സാമൂഹ്യ ബോധമുള്ള സംഘടനകൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാനിത് പറഞ്ഞു. അതിനെ നിഷേധിച്ചുകൊണ്ടൊന്നല്ല. കാലങ്ങളായി എല്ലാ ഗവൺമെൻറ് ആസ്പത്രികളിൽ രോഗികൾക്ക് കൂട്ടിയിരിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സംഘടനയാണ് DYFI. ആ DYFI അത് ചെയ്യുന്നത് അതാത് പ്രദേശത്തുള്ള ആളുകളെ ഇതിൻ്റെ ഭാഗവാക്കാക്കിക്കൊണ്ട് ഒരു വീട്ടിൽ നിന്ന് 2 പൊതി ചോറോ 4 പൊതി ചോറോ